all, KTU BTech Mechanical Engineering 7th സെമസ്റ്ററിലെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 1 എന്ന സബ്ജക്റ്റിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തിയറീസ് ഓഫ് ഫെയിലിയർ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷനാണ് ഇന്നത്തെ ക്ലാസ്സിലും. തിയറീസ് ഓഫ് ഇലാസ്റ്റിക് ഫെയിലിയർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഫെയിലിയർ തിയറീസിനെ എടുത്തു പറയുന്നത്. ഫസ്റ്റ് തിയറി മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി ഓർ റാങ്കൈൻസ് തിയറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി ഓർ സെയിൻറ്റ് വിനാൻസ് തിയറി ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അതേപോലെ മൂന്നാമത്തെ തിയറി മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി ഓർ ട്രെസ്ക ആൻഡ് ഗസ് തിയറി. ഇത്രയും തിയറീസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ ഇനി വരുന്നത് മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി ഓർ ഹെയ്സ് തിയറി, അതേപോലെ മാക്സിമം ഷിയർ സ്ട്രെയിൻ എനർജി തിയറി ഓർ മാക്സിമം ഡിസ്റ്റോഷൻ എനർജി തിയറി ഓർ വോൺ മീസസ് ആൻഡ് ഹെൻഗീസ് തിയറി. ഈ വരുന്ന 4-5 നമ്പറുകളിലുള്ള ഈ രണ്ട് തിയറീസാണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അതുകൂടാതെ ഒരു സേഫ് റീജിയൻ, ഈ ഓരോ തിയറീസ് ഓഫ് ഫെയിലിയറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സേഫായിട്ടൊരു ബൗണ്ടറി, ആ ഒരു ബൗണ്ടറി എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു റീജിയൻ, അതിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി എന്താണെന്ന് നോക്കാം. ദി തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദി ഫെയിലിയർ ഓഫ് എ മെക്കാനിക്കൽ കമ്പോണൻറ്റ് subjected to biaxial or triaxial stresses occurs when the maximum strain energy per unit volume at any point in the component becomes equal to the strain energy per unit volume in the standard specimen of tension test when yielding starts. Okay, അപ്പോൾ എന്താണ് സ്ട്രെയിൻ എനർജി എന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം. ഇതിനു മുമ്പ് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഡിഫൈൻ ചെയ്ത സമയത്ത് നമ്മളവിടെ ഇലാസ്റ്റിക് ലിമിറ്റ് വരെയുള്ള സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ ഏകദേശം ലീനിയറായിട്ട് വരുന്ന, പ്രൊപ്പോർഷണലായിട്ട് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ പ്രൊപ്പോർഷണലായിട്ട് വരുന്ന ഒരു ഭാഗം ഏകദേശം ലീനിയറായിട്ടാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ വരിക. ആ ഒരു ഭാഗത്തിന് താഴെയായിട്ട് ഒരു ട്രയാങ്കുലാർ ഏരിയ വരുന്നുണ്ട്. ആ ഒരു ഏരിയനെയാണ് നമ്മൾ സ്ട്രെയിൻ എനർജി എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഓഫ് സിഗ്മ ഇൻറ്റു സ്ട്രെയിൻ. ഓക്കെ, അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ പറഞ്ഞ സ്ട്രെയിൻ എനർജി. ഓക്കെ, അതിനെ തന്നെ നമ്മൾ റെസിലിയൻസ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു എനർജിയുടെ വാല്യൂ പെർ യൂണിറ്റ് വോളിയം അത് ഒരു കോംപ്ലക്സ് സ്ട്രെസ്സ്, കോംപ്ലക്സ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിൽ ഉള്ള ഒരു കമ്പോണൻറ്റിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ എനർജിയുടെ വാല്യൂ നമ്മുടെ ടെൻഷൻ ടെസ്റ്റിലുള്ള സ്റ്റാൻഡേർഡ് കമ്പോണൻറ്റിൻ്റെ ഈൽഡിങ്ങിൻ്റെ ടൈമിലുള്ള വാല്യൂവിനോടൊപ്പം വരുമ്പോഴാണ് നമ്മൾ ഫെയിലിയർ സംഭവിച്ചു എന്ന് പറയുന്നത്, ഈ ഒരു ഹെയ്സ് തിയറിയുടെ ബേസിൽ. ഓക്കെ, ദെൻ അപ്പോൾ ഇതിൻ്റെ ഒരു സേഫ് ആവുന്ന കണ്ടീഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ കോംപ്ലക്സ് ലോഡ് ആക്ട് ചെയ്യുന്ന കേസിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിൻ എനർജി ടെൻഷൻ ടെസ്റ്റിലെ കമ്പോണൻറ്റിൽ ഉണ്ടാവുന്ന ഈൽഡിങ്ങിൻ്റെ ടൈമിലുണ്ടാകുന്ന സ്ട്രെയിൻ എനർജിയെക്കാളും കുറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കമ്പോണൻറ്റ് സേഫാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു തിയറി പ്രധാനമായിട്ട് പറയുന്നത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഇലാസ്റ്റിക് ലിമിറ്റ് വരെയുള്ള സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ ഭാഗത്ത് അതിന് താഴെയായിട്ട് വരുന്ന ട്രയാങ്കുലാർ ഏരിയനെയാണ് നമ്മൾ സ്ട്രെയിൻ എനർജി എന്ന് പറയുക. ക്യാപിറ്റൽ യു എന്ന് പറയുന്ന ഒരു നൊട്ടേഷനൊക്കെ ഉപയോഗിച്ച് നമ്മളതിനെ
ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹാഫ് ഇൻറ്റു സിഗ്മ ഇൻറ്റു എപ്സിലോൺ. സിഗ്മ എന്നുള്ളത് സ്ട്രെസ്സിൻ്റെ നൊട്ടേഷനാണ്, എപ്സിലോൺ എന്നുള്ളത് സ്ട്രെയിൻ്റെ നൊട്ടേഷനാണ്. അപ്പോൾ നമുക്കൊരു ട്രയാങ്കുലർ ഏരിയ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് സ്ട്രെയിൻ എനർജി. ദെൻ നമ്മളൊരു ട്രയാക്സിയൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഇസഡ് ഡയറക്ഷനിലും ഓരോ സ്ട്രെസ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. അത് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് ടോട്ടൽ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് ഇങ്ങനെ 3 തരത്തിലുള്ള 3 കമ്പോണൻസിൻ്റെയും സ്ട്രെയിൻ എനർജീസിൻ്റെ സമ്മായിരിക്കും. ഓക്കെ, അപ്പോൾ ടോട്ടൽ സ്ട്രെയിൻ എനർജി ഇൻ എ കമ്പോണൻറ്റ് may be calculated like this. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഇക്വേഷനിൽ പറയുന്നതാണ് അവിടുത്തെ ടോട്ടൽ സ്ട്രെയിൻ എനർജി വാല്യൂ. ദെൻ നമ്മൾ ഓൾറെഡി പ്രിൻസിപ്പൽ സ്ട്രെയിൻസ് എന്താണെന്ന് കണ്ടിരുന്നു, അതിൻ്റെ ഇക്വേഷൻസ് നമുക്കറിയാം. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള ഇക്വേഷനിൽ എപ്സിലോൺ 1, എപ്സിലോൺ 2, എപ്സിലോൺ 3 എന്നുള്ളതൊക്കെ പ്രിൻസിപ്പൽ സ്ട്രെയിൻസ് ആണ്. അതാണ് ഈ 3 ഇക്വേഷനിലും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഇക്വേഷനിലെ പ്രിൻസിപ്പൽ സ്ട്രെയിൻസിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഈ ഒരു തേർഡ് ഇക്വേഷനിൽ നിന്നുള്ള ഓരോ പോർഷൻസ് അതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടൽ സ്ട്രെയിൻ എനർജിക്ക് ഈ രീതിയിലുള്ളൊരു ഇക്വേഷനാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോംപ്ലക്സ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിലുള്ള കമ്പൈൻഡ് ലോഡിങ് വരുന്ന കേസിൽ നമ്മുടെ കമ്പോണൻറ്റിൽ ഡെവലപ്പ് ചെയ്ത ടോട്ടൽ സ്ട്രെയിൻ എനർജിയുടെ വാല്യൂ ഇതാണ്. ദെൻ നമ്മൾ ടെൻസൈൽ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് സ്പെസിമെൻ yield ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു സ്ട്രെയിൻ എനർജി ഉണ്ട്. ആ ഒരു സ്ട്രെയിൻ എനർജി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള 4 എന്ന് പറയുന്ന ഇക്വേഷനിൽ തന്നെ, ടോട്ടൽ സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷനിൽ തന്നെ നമ്മുടെ ടെൻസൈൽ ടെസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ കേസിൻ്റെ സ്ട്രെയിൻ എനർജി കിട്ടും. ഓക്കെ, അപ്പോൾ ടെൻസൈൽ ടെസ്റ്റ് നമ്മളത് യൂണി ആക്സിയൽ ടെൻസൈൽ ടെസ്റ്റ് എന്നാണ് പറയുക. ഒരൊറ്റ ആക്സിയൽ ഡയറക്ഷനിൽ മാത്രമാണ് അവിടെ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ സിഗ്മ 1 എന്ന് പറയുന്ന ഒരൊറ്റ പ്രിൻസിപ്പൽ സ്ട്രെസ്സ് മാത്രമാണ് അവിടെ ആക്ട് ചെയ്യുള്ളൂ. ഓക്കെ, സിഗ്മ 2ഉം സിഗ്മ 3യും വാല്യൂസ് ഇല്ല, 0 ആണ്. ആ ഡയറക്ഷനുകളിലൊന്നും അതല്ലെങ്കിൽ വേറെ ആക്സിസുകളിലൊന്നും ലോഡ് ആക്ട് ചെയ്യുന്നില്ല. ആകെ കൂടി ഒരൊറ്റ ആക്സിസിൽ മാത്രമാണ് ലോഡ് ആക്ട് ചെയ്യുന്നുള്ളൂ. അതേപോലെ ആ ഒരു ലോഡ് കൂടി yield വാല്യൂ എത്തുമ്പോഴാണ് നമ്മൾ ഫെയിലിയർ ആയി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു yield വാല്യൂ എത്തുന്ന സമയത്തുള്ള ഒരു സ്ട്രെയിൻ എനർജി എത്രയാണെന്ന് നമുക്ക് ഈ സിഗ്മ 1 = yield സ്ട്രെസ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സ് സിഗ്മ 1 എന്ന് പറയുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂ yieldൽ എത്തുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം കറസ്പോണ്ടിങ് ടു yield പോയിൻ്റ് ഇൻ ടെൻഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടുക. അപ്പോൾ ഈ പറയുന്ന വാല്യൂസ് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രെയിൻ എനർജിയുടെ ഒരു സെറ്റ് വാല്യൂ നമുക്ക് കിട്ടും. ഇത് നമ്മുടെ ടെൻസൈൽ ടെസ്റ്റ് നടത്തുന്ന കമ്പോണൻറ്റിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ എനർജിയുടെ വാല്യൂ ആണ് 5 എന്ന് പറയുന്ന ഇക്വേഷനിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ടോട്ടൽ സ്ട്രെയിൻ എനർജിയുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഫെയിലിയർ ക്രൈറ്റീരിയ, അതല്ലെങ്കിൽ ഒരു സേഫ് ആകുന്ന ഡിസൈൻ ക്രൈറ്റീരിയ എന്താണ്, കോംപ്ലക്സ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിലുള്ള കമ്പോണൻറ്റിലെ സ്ട്രെയിൻ എനർജി ഷുഡ് ബി ലെസ് ദാൻ സ്ട്രെയിൻ എനർജി ഡെവലപ്ഡ് ഇൻ എ ടെൻസൈൽ ടെസ്റ്റിംഗ് കമ്പോണൻറ്റ് വൈൽ yielding. ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന രീതിയിലൊരു ഇക്വേഷനാണ് കിട്ടുന്നത്. ഓക്കെ, 4, 5
ഇക്വേഷൻസ് ടോട്ടൽ സ്ട്രെയിൻ എനർജിയുടെയും യീൽഡിങ്ങിൻ്റെ ടൈമിലുള്ള ടെൻസൈൽ ടെസ്റ്റ് നടത്തുന്ന കമ്പോണൻറ്റിലെ സ്ട്രെയിൻ എനർജിയും നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇക്വേഷനാണ് കിട്ടുക. നമുക്കതിനൊന്നും കൂടി മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നുമാണ് നമ്മൾ ഈ ഒരു തിയറിയുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ തൊട്ട് മുമ്പ് കണ്ട ആ ഒരു ഇക്വേഷനെ നമ്മുടെ ഒരു ജനറൽ ഇക്വേഷൻ, നമ്മളെല്ലാ ഫെയിലിയർ തിയറീസിനും ജനറലായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ പറയാൻ പറ്റും. ഒരു ഇക്വാലൻ്റ് സ്ട്രെസ് അവിടെ ഉണ്ടാവും. ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പെർമിസിബിൾ സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു യീൽഡ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റിനെയാണ് നമ്മൾ അലൗബിൾ സ്ട്രെസ് അല്ലെങ്കിൽ പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറയുക. അതിനേക്കാളും കുറവായിട്ട് വരണം നമ്മുടെ ഇക്വലൻ്റ് സ്ട്രെസ്. കമ്പൈൻഡ് ലോഡിങ് കാരണമുള്ള ഇക്വാലൻ്റ് സ്ട്രെസ് ഇങ്ങനെ കുറവ് രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്പോണൻറ്റ് സേഫായി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 5 ഫെയിലിയർ തിയറിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ജനറൽ ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു മാക്സിമം സ്ട്രെയിൻ എനർജിയുടെ കേസിൽ നമുക്ക് ഈ ഒരു ഈക്വാലൻ്റ് സ്ട്രെസ്സിന് എന്ത് ഇക്വേഷനാണ് കണ്ടുപിടിക്കാൻ പറ്റുക? നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ സിഗ്മ വൈ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നൊരു ടേമാണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ റൈറ്റ് സൈഡ് വന്നു കഴിഞ്ഞാൽ ദെൻ ലെഫ്റ്റ് സൈഡിൽ ബാക്കി കിട്ടുന്നതാണ് നമ്മുടെ ഇക്വാലൻ്റ് സ്ട്രെസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു തൊട്ട് മുമ്പത്തെ ഇക്വേഷനിലേക്ക് ഒന്നുകൂടി വരാം. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ സിഗ്മ വൈ ടി അല്ലെങ്കിൽ യീൽഡ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഹോൾ സ്ക്വയർ, ഇവിടെ ഇതിൻ്റെ പവർ 2 ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ വേണം? ഇവിടെ നമുക്ക് സിഗ്മ വൈ ടി ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്ന അലൗബിൾ സ്ട്രെസ് മാത്രമാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ആവശ്യമുള്ളൂ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സ്ക്വയറിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് സ്ക്വയർ റൂട്ടായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈക്വാലൻ്റ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഇക്വാലൻ്റ് സ്ട്രെസ്സിന് ട്രയാക്സിയൽ ലോഡിങ്ങിൻ്റെ കേസിൽ ഇക്വാലൻ്റ് സ്ട്രെസ്സിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മാക്സിമം സ്ട്രെയിൻ എനർജി തിയറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ഇത് ട്രയാക്സിയൽ കേസാണ്. സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 എന്ന് പറയുന്ന 3 പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആക്ട് ചെയ്യുന്ന കേസാണ്. ഇനി നമ്മൾ ബൈ ആക്സിയൽ സ്ട്രെസ്സിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ സിഗ്മ 3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു ഇക്വേഷൻ കിട്ടും. ബൈ ആക്സിയലിൻ്റെ കേസിലുള്ള ഇക്വാലൻ്റ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇക്വാലൻ്റ് സ്ട്രെസ്സിൻ്റെ വാല്യൂ ഈ ഒരു അലൗബിൾ സ്ട്രെസ്സായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്ക് അടുത്തൊരു തിയറിയിലേക്ക് പോവാം. അടുത്തതാണ് മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി ഓർ ഡിസ്റ്റോർഷൻ എനർജി തിയറി ഓർ വോൺ മീസസ് ആൻഡ് ഹെൻഗി തിയറി. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ്. ഓക്കെ, ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു തിയറിയാണിത്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഫെയിലിയർ ഓഫ് എ മെക്കാനിക്കൽ കമ്പോണൻറ്റ് സബ്ജക്റ്റഡ് ടു ബയാക്സിയൽ ഓർ ട്രയാക്സിയൽ സ്ട്രെസ്സസ് occurs when the shear strain energy per unit volume at any point in the component becomes equal to the shear strain energy per unit volume in the standard specimen of tensile test when yielding starts. ഓക്കെ, അപ്പോൾ എല്ലാ തിയറീസ് ഓഫ് ഫെയിലിയേഴ്സിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കുറേ ഒരുപോലെയാണ്. ദെൻ അവിടെ മെയിനായിട്ട് എടുത്ത് പറയുന്നൊരു പാരാമീറ്റർ അതെങ്ങനെയാണ് ടെൻസൈൽ ടെസ്റ്റിലത്തെ പാരാമീറ്ററായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് നമ്മൾ ആ ഒരു തിയറിയിൽ എടുത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മാക്സിമം സ്ട്രെയിൻ എനർജി അതല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ എനർജി, നമ്മുടെ കോംപ്ലക്സ് ലോഡ് ആക്ട് ചെയ്യുന്ന ഒരു കമ്പോണൻറ്റിലത്തെ ഡിസ്റ്റോർഷൻ എനർജി ടെൻസൈൽ ടെസ്റ്റ് നടത്തുന്ന കമ്പോണൻറ്റിൽ yielded ചെയ്യുന്ന സമയത്തുള്ള ഡിസ്റ്റോർഷൻ എനർജിയുടെ ഈക്വൽ ആയാൽ ഫെയിലായി. ഓക്കെ, അപ്പോൾ ടെൻസൈൽ ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ് സ്പെസിമെനിൽ ഉണ്ടാകുന്ന ഡിസ്റ്റോർഷൻ എനർജിയേക്കാളും കുറഞ്ഞ അളവിലുള്ള ഡിസ്റ്റോർഷൻ എനർജിയാണ് കോംപ്ലക്സ് ലോഡിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ കമ്പോണൻറ്റിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ സേഫാണ്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി പെർ യൂണിറ്റ് വോളിയം ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റോർഷൻ എനർജി പെർ യൂണിറ്റ് വോളിയം അറ്റ് yield point under tension test. Okay, then
തൊട്ട് മുമ്പ് നമ്മൾ സ്ട്രെയിൻ എനർജി തിയറിയാണ് പഠിച്ചത്. ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഷിയർ സ്ട്രെയിൻ എനർജി. അപ്പോൾ ഇത് തമ്മിൽ എവിടെയോ എന്തോ ഒരു ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സംഭവം എന്നൊന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളവിടെ ടോട്ടൽ സ്ട്രെയിൻ എനർജി ആണ് അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് തൊട്ട് മുമ്പത്തെ കേസിൽ. ഇവിടെയും അത് തന്നെയാണ് വരുന്നത്, ടോട്ടൽ സ്ട്രെയിൻ എനർജി. പക്ഷെ നമ്മളതിനെ 2 കമ്പോണൻസ് ആയിട്ട് അവിടെ റിസോൾവ് ചെയ്യുന്നുണ്ട് ഈ ഒരു കേസിൽ. ഇതിന് മുമ്പത്തെ കേസിൽ നമ്മൾ ടോട്ടൽ സ്ട്രെയിൻ എനർജി മൊത്തത്തിലെടുത്തിട്ടാണ് നമ്മളവിടെ ആ ഒരു തിയറിയിൽ ഇക്വാലൻ്റ് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. ഓക്കെ, ഈ ഒരു കേസിൽ നമുക്ക് ടോട്ടൽ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ 2 കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യുകയാണ്. ഒന്ന് വോളിയോമെട്രിക് സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് ഡിസ്റ്റോഷൻ എനർജി പെർ യൂണിറ്റ് വോളിയം. ഇങ്ങനെ 2 കമ്പോണൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന ഈ ഒരു ഡിവൈഡ് ചെയ്തതിലത്തെ രണ്ടാമത്തെ കമ്പോണൻ്റ് ആണ് ഡിസ്റ്റോഷൻ എനർജി. ഈ ഒരു ഡിസ്റ്റോഷൻ എനർജിയുടെ ബേസിലുള്ള ഫെയിലിയർ ആണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡിസ്റ്റോഷൻ എനർജിക്കുള്ള ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ വരും? ടോട്ടൽ സ്ട്രെയിൻ എനർജി മൈനസ് വോളിയോമെട്രിക് സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റോഷൻ എനർജിക്കുള്ള ഒരു ഇക്വേഷനായി. ഓക്കെ, ദെൻ ടോട്ടൽ സ്ട്രെയിൻ എനർജി നമ്മൾ ക്യാപിറ്റൽ യു വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. വോളിയോമെട്രിക് സ്ട്രെയിൻ എനർജി നമ്മൾ യു സബ്സ്ക്രിപ്റ്റ് വി, അതേപോലെ ഡിസ്റ്റോഷൻ എനർജിയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് യു സബ്സ്ക്രിപ്റ്റ് ഡി എന്നുള്ള നൊട്ടേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 7 എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ദെൻ പിന്നെ പറയുന്ന അല്ലെങ്കിൽ നമുക്കറിയേണ്ട ഒരു കാര്യം ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. എന്താണ് ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ്? നമ്മൾ ഒരു ടാങ്കിൽ എന്തെങ്കിലും ഒരു ലിക്വിഡ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു ക്യൂബ് നമ്മൾ അതിലേക്ക് മുക്കി വയ്ക്കുകയാണെങ്കിൽ ആ ഒരു ക്യൂബിൻ്റെ എല്ലാ ഡയറക്ഷനിലും ഒരേ രീതിയിൽ പ്രഷർ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ആക്ട് ചെയ്യുന്ന ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെ ആക്ട് ചെയ്യുന്ന ലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എല്ലാ ഡയറക്ഷനും ഒരേപോലെ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഒരു കമ്പോണൻറ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ് ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ്. ഈ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് കാരണം അവിടെ ഒരു വോളിയം ചേഞ്ച് ഉണ്ടാവാം. വോളിയോമെട്രിക് സ്ട്രെയിൻ എന്നാണ് നമ്മളതിനെ വിളിക്കുക. ഓക്കെ, അപ്പോൾ വോളിയം മൊത്തത്തിൽ ഷ്രിങ്ക് ചെയ്യുന്ന രീതിയിൽ പുറത്തുനിന്ന് ലോഡ് ആക്ട് ചെയ്യുന്ന ഒരു കേസ്, അതാണ് ഈ പറയുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ്. പക്ഷേ ഈ ഒരു സമയത്ത് അവിടെ ഡിസ്റ്റോഷൻ എന്ന് പറയുന്ന വാല്യൂ 0 ആണ്. മൊത്തത്തിൽ ഒരു കമ്പോണൻറ്റ് ഷ്രിങ്ക് ചെയ്യുന്ന ഒരു എഫക്റ്റാണ് ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ്സിൽ ഉണ്ടാവുക. നമ്മൾ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ക്യൂബ് ഒരു സർഫസിൽ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഫോഴ്സ് അതിൻ്റെ സർഫസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡിസ്റ്റോഷനാണ് സംഭവിക്കുന്നത്. അവിടെ ഒരു ഷിയർ സ്ട്രെയിൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ഷേപ്പ് ചേഞ്ച് മാത്രം സംഭവിക്കുന്ന ഒരു കേസ്, അതാണ് ഇവിടുത്തെ ഡിസ്റ്റോഷൻ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ അവിടെ ഡിസ്റ്റോഷൻ എന്ന് പറയുന്ന കേസിൽ ഒരു ഷേപ്പ് ചേഞ്ച് മാത്രമാണ് ഉണ്ടാവുന്നത്, വോള്യത്തിൽ ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് ആക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഡിസ്റ്റോഷൻ അല്ല സംഭവിക്കുക, വോള്യം റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ കംപ്രസ്ഡ് ആയി പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ ഷേപ്പ് ചേഞ്ചിനേക്കാളും മൊത്തത്തിൽ വോള്യം ഒന്ന് ഷ്രിങ്ക് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഹൈഡ്രോസ്റ്റാറ്റിക് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിൽ ഡിസ്റ്റോഷൻ്റെ എനർജി 0 ആയിട്ടാണ് എടുക്കുക. അതേസമയം പ്യുവർ ഷിയർ സ്ട്രെസ് കണ്ടീഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബ്ലോക്ക് ഒരു സർഫസിൽ ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ബ്ലോക്കിൻ്റെ ടോപ്പ് സർഫസിൽ നമ്മൾ ടാൻജൻഷ്യലായിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു ഷിയർ സ്ട്രെയിൻ ആണ് ഉണ്ടാകുന്നത്. അവിടെ ഈ പറഞ്ഞ വോളിയോമെട്രിക് സ്ട്രെയിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ വോള്യത്തിലുള്ള ഒരു വോളിയോമെട്രിക് സ്ട്രെയിൻ എനർജി എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാവണില്ല. ഓക്കെ, അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. വോള്യത്തിൽ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവില്ല, ഷേപ്പിലുള്ള ചേഞ്ച് മാത്രമാണ് ഉണ്ടാവുള്ളൂ. ഓക്കെ,
അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ഇവിടെയും നമ്മൾ ഇപ്പോൾ ടോട്ടൽ സ്ട്രെയിൻ എനർജി തൊട്ട് മുമ്പ് നമ്മൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻ കണ്ടു 4 എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഇക്വേഷൻ തന്നെയാണ് ഇവിടേക്കും എടുത്ത് എഴുതിയിട്ടുള്ളത്. യു എന്ന് പറയുന്ന നൊട്ടേഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്, മുമ്പ് എഴുതിയപ്പോൾ അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ. സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 എന്നൊക്കെ പറയുന്ന 3 സ്ട്രെസ്സുകൾ അല്ലെങ്കിൽ ഒരു ട്രയാക്സിയൽ കേസിൽ, ലോഡിങ് കേസിൽ അവിടുത്തെ ആ ഒരു സ്ട്രെയിൻ എനർജി 3 ഡയറക്ഷനിലുള്ള ഹാഫ് ഇൻറ്റു സിഗ്മ 1 ഇൻറ്റു എപ്സിലോൺ 1 പ്ലസ് ഹാഫ് ഇൻറ്റു സിഗ്മ 2 എപ്സിലോൺ 2 പ്ലസ് ഹാഫ് ഇൻറ്റു സിഗ്മ 3 എപ്സിലോൺ 3 എന്ന് പറയുന്ന 3 സ്ട്രെയിൻ എനർജീസും കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ സാധനമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ നമുക്ക് ഇങ്ങനെ അതിന് നമ്മൾ 2 കമ്പോണൻ്റായിട്ട് വോളിയോമെട്രിക് സ്ട്രെയിൻ എനർജിയും അതേപോലെ ഡിസ്റ്റോഷൻ എനർജി എന്നുള്ള രീതിയിൽ നമ്മൾ 2 കമ്പോണൻ്റായിട്ട് ഈ ഒരു ടോട്ടൽ സ്ട്രെയിൻ എനർജീനെ ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്ട്രെസ്സുകൾ, പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഉണ്ട്, സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3. ഈ 3 സ്ട്രെസ്സസിനെയും നമ്മൾ ഇതേപോലെ തന്നെ കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു സ്ട്രെയിൻ എനർജി നമ്മൾ കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത പോലെ നമ്മുടെ കയ്യിലുള്ള പ്രിൻസിപ്പൽ സ്ട്രെസ്സസിനെ നമ്മൾ 2 കമ്പോണൻസ് ആയിട്ട്, ഒരു വോളിയോമെട്രിക് കമ്പോണൻറ്റും ഒരു ഡിസ്റ്റോഷൻ കമ്പോണൻ്റായിട്ട് ഡിവൈഡ് ചെയ്ത ഇക്വേഷൻസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സിഗ്മ 1 എന്ന് പറയുന്നത് വോളിയോമെട്രിക് സ്ട്രെസ്സ് പ്ലസ് ഒരു ഡിസ്റ്റോഷൻ സ്ട്രെസ് സിഗ്മ 1 ഡി. ദെൻ സിഗ്മ അടുത്ത കേസിലും അതുപോലെ തന്നെ അങ്ങനെ 3 പ്രിൻസിപ്പൽ സ്ട്രെസ്സസിനെ നമ്മളിങ്ങനെ കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ദെൻ ഈ ഒരു വോളിയോമെട്രിക് സ്ട്രെസ്സ് സിഗ്മ വി എന്ന് പറയുന്നത് അവിടെ വോള്യത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ്സ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സിഗ്മ വി എന്ന് പറയുന്ന വാല്യൂ ആക്ട് ചെയ്യുക. ദെൻ സിഗ്മ 1D, 2D, 3D എന്നൊക്കെ പറയുന്ന 3 സ്ട്രെസ് കമ്പോണൻസ്, അത് ഡിസ്റ്റോഷൻ മാത്രമാണ് കൊണ്ടുവരുന്നുള്ളൂ. അവിടെ ഒരു ഷേപ്പ് ചേഞ്ച് മാത്രമുള്ളൂ. വോള്യത്തിൽ അതിന് എഫക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ 3 സ്ട്രെസ്സുകളെ വോള്യത്തിന് എഫക്റ്റ് ചെയ്യില്ല. സിഗ്മ വി എന്ന് പറയുന്ന സ്ട്രെസ്സ് മാത്രമാണ് വോള്യത്തിൽ ഒരു റിഡക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 3 സ്ട്രെസ്സുകൾ ഡിസ്റ്റോഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു 3 സ്ട്രെസ്സുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ്റെ വാല്യൂസ് എപ്പോഴും 0 ആയിരിക്കും. എന്ന് വെച്ചാൽ അവിടെ ഒരു ഷേപ്പിലുള്ളൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. വോളിയോമെട്രിക് ആയിട്ടുള്ള ഒരു സ്ട്രെയിൻ അവിടെ വരില്ല ഈ 3 സ്ട്രെസ്സുകൾ കാരണം. അതുകൊണ്ട് ഈ 3 സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻസിൻ്റെ സമ്മ് നമുക്ക് 0 ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഈ 3 സ്ട്രെസ്സുകൾക്കും സ്ട്രെയിനുകൾക്കും നമുക്ക് സെപ്പറേറ്റ് ഇക്വേഷൻസ്, പ്രിൻസിപ്പൽ സ്ട്രെയിനിൻ്റെ ഇക്വേഷൻസ് തന്നെ നമ്മൾ ഇവിടെ ഈ 3 സ്ട്രെയിൻസിന് ഇങ്ങനെ കാണിച്ചേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മ് ഈ 10 എന്ന് പറഞ്ഞ ഇക്വേഷനായിട്ട് 3 ഇക്വേഷൻ കാണിച്ചിട്ടുള്ളത് നമ്മൾ ഈ ഒരു 9 എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു ഇക്വേഷൻ കിട്ടും. 1 - 2 mu ഇൻറ്റു സിഗ്മ 1D പ്ലസ് സിഗ്മ 2D പ്ലസ് സിഗ്മ 3D വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇതിൻ്റെ സമ്മ് 0 ആയതുകൊണ്ട് ഇവിടെ നമുക്ക് 0 എന്ന് പറയാം. ദെൻ 1 - 2 mu എന്ന് പറയുന്ന ടേം ഒരിക്കലും 0 ആവില്ല. എന്താണെന്ന് വെച്ചാൽ മ്യൂ എന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. അതിനെന്തായാലും ഒരു വാല്യൂ കാണും. അപ്പോൾ 1 - 2 ടൈംസ് ഓഫ് മ്യൂ എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടർ ഒരിക്കലും 0 ആവില്ല. ദെൻ ഈ ഒരു സെക്ഷനാണ് പിന്നെ 0 ആവാനായിട്ട് സാധ്യതയുള്ളത്. ഓക്കെ, ഈ സ്ട്രെസ്സസ് ഡ്യൂ ടു ഡിസ്റ്റോഷൻ. അപ്പോൾ ഇതിനെ നമുക്ക് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു 11 എന്ന് പറയുന്നൊരു ഇക്വേഷൻ കിട്ടി. ദെൻ നമ്മൾ ഓൾറെഡി 8 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തൊരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ദെൻ ഈ ഒരു സിഗ്മ 1 പ്ലസ് 1D പ്ലസ് 2D പ്ലസ് സിഗ്മ 3D എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ നമുക്കിതിൽ നിന്ന് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 ഇക്വേഷൻസിനെയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ടേം അവിടെ കിട്ടും. അതിനെ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയോമെട്രിക് സ്ട്രെസ് സിഗ്മ വി എന്ന് പറയുന്നതിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. ഓക്കെ, ഈ 3 ഇക്വേഷൻ പിടിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ 1 പ്ലസ് സിഗ്മ 2 പ്ലസ് സിഗ്മ 3 ഈസ് ഈക്വൽ ടു 3 ടൈംസ് ഓഫ് സിഗ്മ വി പ്ലസ് സിഗ്മ 1D 2D 3D. ഇത് മൊത്തത്തിൽ 0 ആയി പോകുന്ന കാരണം നമുക്ക് ഇതിൻ്റെ 3
ടേമിൻ്റെ സം എന്ന് പറയുന്നത് 3 ടൈംസ് ഓഫ് വോളിയോമെട്രിക് സ്ട്രെസ് എന്നാണ് വരിക. അപ്പോൾ നമുക്ക് വോളിയോമെട്രിക് സ്ട്രെസ് എന്ന് പറയുന്നത് 1/3 ഓഫ് സിഗ്മ 1 പ്ലസ് സിഗ്മ 2 പ്ലസ് സിഗ്മ 3 എന്ന് പറയുന്ന ഒരു 12 എന്ന് പറയുന്ന ഒരു ഇക്വേഷനായിട്ട് കിട്ടി. ദെൻ നമ്മളിനി ചെയ്യുന്നത് വോളിയോമെട്രിക് സ്ട്രെയിൻ എനർജി. ഈ സ്ട്രെയിൻ എനർജിക്ക് ഒരു ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവിലെ പ്രൊപ്പോർഷണൽ ലിമിറ്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റിനകത്തുള്ള സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു ഡിവൈഡഡ് ബൈ 2 ഹാഫ് ഓഫ് സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വോളിയോമെട്രിക് സ്ട്രെയിൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ എനർജി എന്ന് പറയുമ്പോൾ ട്രയാക്സിയൽ കേസാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും വോളിയോമെട്രിക് സ്ട്രെയിൻ ഇൻറ്റു വോളിയോമെട്രിക് സ്ട്രെസ് ഡിവൈഡഡ് ബൈ 2 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ടോട്ടൽ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ 3 ആക്സിയൽ ഡയറക്ഷൻസിലും സ്ട്രെയിൻ ഉണ്ടാവും. ട്രയാക്സിയൽ കേസാണ്. അപ്പോൾ 3 ഡയറക്ഷനിലും ഉള്ളതുകൊണ്ടാണ് ഇവിടെ 3 ടൈംസ് എന്ന് പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടോട്ടൽ വോളിയോമെട്രിക് സ്ട്രെയിൻ എനർജി എന്നുള്ളതിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇതിൽ സിഗ്മ വി എന്ന് പറയുന്ന ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ എപ്സിലോൺ വി എന്ന് പറയുന്നതിന് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ എപ്സിലോൺ വിയുടെ ഇക്വേഷനിൽ നമുക്ക് എല്ലാ ഡയറക്ഷനിലും വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ്സ് വോളിയോമെട്രിക് സ്ട്രെയിൻ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ്സ് എല്ലാ ഡയറക്ഷനിലും സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 എന്നുള്ള രീതിയിൽ 3 പൊസിഷനിലും വോളിയോമെട്രിക് സ്ട്രെസ്സ് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ആ സ്ട്രെസ്സ് എല്ലാ ഡയറക്ഷനിലും സെയിം ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വോളിയോമെട്രിക് സ്ട്രെയിനിന് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 12, 14 എന്നൊക്കെ പറയുന്ന ഈ ഇക്വേഷൻസ് നമ്മൾ ഈ ഒരു വോളിയോമെട്രിക് സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഒരു ഇക്വേഷനാണ് ഈ ഒരു 15 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 12ഉം 14ഉം ഈ 2 ഇക്വേഷൻസ് നമ്മൾ 13 എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഇവിടെ വോളിയോമെട്രിക് സ്ട്രെയിൻ എനർജി ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയാണ്. അതായത് ടോട്ടൽ സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു വോളിയോമെട്രിക് സ്ട്രെയിൻ എനർജി പ്ലസ് ഡിസ്റ്റോർഷൻ എനർജി. ഇനി ഡിസ്റ്റോർഷൻ എനർജി മാത്രമാണ് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ ഈ 2 എനർജീസിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റോർഷൻ എനർജി എന്താണെന്ന് കിട്ടും. ഓക്കെ, ടോട്ടൽ സ്ട്രെയിൻ എനർജി മൈനസ് വോളിയോമെട്രിക് സ്ട്രെയിൻ എനർജി. ടോട്ടൽ സ്ട്രെയിൻ എനർജി ഇക്വേഷൻ ഇവിടെ ഉണ്ട്, വോളിയോമെട്രിക് സ്ട്രെയിൻ എനർജി ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്റ്റോർഷൻ എനർജിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഇനി നമ്മൾ കാണുക. ഇവിടെ സിഗ്മ 1 മൈനസ് സിഗ്മ 2 എന്ന് പറയുന്ന ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഈ പറയുന്ന ഓരോ ടേമുകളെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഇക്വേഷനാണ് ഇനി വരുമ്പോൾ കാണുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ട്രയാക്സിയൽ കേസിൽ നമ്മുടെ ഒരു കോംപ്ലക്സ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് ആക്ട് ചെയ്യുന്ന ഒരു ട്രയാക്സിയൽ കേസിലുള്ള ഒരു കമ്പോണൻറ്റിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഡിസ്റ്റോർഷൻ എനർജിയാണ്. അതേപോലെ നമ്മുടെ യൂണിയാക്സിയൽ ടെൻഷൻ ടെസ്റ്റിൻ്റെ കേസിലുണ്ടാകുന്ന ഡിസ്റ്റോർഷൻ എനർജി ഈ ഒരു ഇക്വേഷനിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഇതിന് മുമ്പത്തെ കേസിൽ നമ്മൾ പറഞ്ഞതുപോലെ യൂണിയാക്സിയൽ ടെൻഷൻ ടെസ്റ്റിൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആകെ കൂടി സിഗ്മ 1 എന്ന് പറയുന്ന ഒരൊറ്റ സ്ട്രെസ്സ് മാത്രമാണ് ഉള്ളൂ. സിഗ്മ 2ഉം സിഗ്മ 3യും 0 ആണ്. അതേപോലെ ഈൽഡ് പോയിൻ്റിൽ എത്തുമ്പോൾ ഉള്ള സ്ട്രെയിൻ എനർജിയാണ് അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ എനർജിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് നമ്മൾ സിഗ്മ 1ന് പകരം അവിടെ ഈൽഡ് സ്ട്രെസ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെയാണ് എന്നിട്ട് കിട്ടുക. ഓക്കെ, 16 എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മുടെ യൂണിയാക്സിയൽ ടെൻസൈൽ ടെസ്റ്റിലെ ഈൽഡിങ്ങിൻ്റെ ടൈമിലുള്ള ഡിസ്റ്റോർഷൻ എനർജി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റോർഷൻ എനർജി നമ്മുടെ 15 എന്ന് പറയുന്ന ഇക്വേഷനിലെ ടോട്ടൽ ഡിസ്റ്റോർഷൻ എനർജി അല്ലെങ്കിൽ ട്രയാക്സിയൽ കേസിലുള്ള ഡിസ്റ്റോർഷൻ എനർജി ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. 15, 16 എന്ന് പറയുന്ന ഈ 2 ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ
ഈ തിയറിയുടെ ഇക്വേഷനായി. ഓക്കെ, ഈ 17 എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് എത്താൻ പറ്റും. ദെൻ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ yield സ്ട്രെസ് 2 times ഓഫ് yield സ്ട്രെസ് ഇൻ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നൊരു ടേമാണ് കിടക്കുന്നത്. നമുക്കിവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ yield സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്ന അലോവബിൾ സ്ട്രെസ്സിൻ്റെ ടേമിലേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് മാറ്റിക്കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ബാക്കി വരുന്നതാണ് നമ്മുടെ ഇക്വാലൻ്റ് സ്ട്രെസ്. ഡിസ്റ്റോർഷൻ എനർജിയുടെ കേസിലുള്ള ഡിസ്റ്റോർഷൻ എനർജി തിയറിയുടെ ബേസിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വാലൻ്റ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിട്ടും. ഇവിടെ നമ്മൾ yield സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ 17 എന്ന് പറയുന്ന ഇക്വേഷനെ നമ്മുടെ ജനറൽ ഇക്വേഷനൊക്കെ ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് ഈക്വാലൻ്റ് സ്ട്രെസ്സിന് ഇങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുക. ഓക്കെ, ഇത് ട്രയാക്സിയൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിൻ്റെ കേസിലുള്ളതാണ്. ദെൻ ഇതിൽ സിഗ്മ 3 = 0 എന്ന് കൊടുത്താൽ നമുക്ക് ബയാക്സിയൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈക്വാലൻ്റ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. ഓക്കെ, സിഗ്മ 1 സിഗ്മ 2 ആണ് ബയാക്സിയലിൻ്റെ കേസിലുള്ള അപ്പോൾ ആ ഇക്വേഷൻ ഇങ്ങനെ വരും. ട്രയാക്സിയലാവുമ്പോൾ ഈക്വാലൻ്റ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് ജസ്റ്റ് ഒന്ന് സമപ്പ് ചെയ്യാം. 5 ഫെയിലിയർ തിയറീസാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഓരോ തിയറിയിലും അവിടെ എടുത്തു പറയുന്നൊരു പർട്ടിക്കുലർ പാരാമീറ്റർ ഉണ്ട്. ആ ഒരു പാരാമീറ്റർ ടെൻസൈൽ ടെസ്റ്റിൻ്റെ സമയത്തുള്ള yieldingൻ്റെ ടൈമിൽ ഈ പാരാമീറ്റർ തമ്മിൽ കമ്പാരിസൺ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറിയിൽ അവിടെ ഒരു പെർമിസിബിൾ സ്ട്രെസ്സായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് അതിനേക്കാളും കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ സേഫാണെന്ന് പറയുന്നു. അതേപോലെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറിയുടെ സമയത്ത് yieldingൻ്റെ ടൈമിലുള്ള യൂണിയാക്സിയൽ ടെൻസൈൽ ടെസ്റ്റിലത്തെ yieldingൻ്റെ ടൈമിൽ സ്ട്രെയിനേക്കാളും നമ്മുടെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ കമ്പോണൻറ്റ് സേഫാണ്. അതേപോലെ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിയുടെ കേസിൽ ടെൻസൈൽ ടെസ്റ്റിംഗ് കമ്പോണൻറ്റിലെ yieldingൻ്റെ ടൈമിലത്തെ ഷിയർ സ്ട്രെസ്സിനേക്കാളും കുറവാണ് നമ്മുടെ കോംപ്ലക്സ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിലത്തെ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ കമ്പോണൻറ്റ് സേഫായി. ദെൻ ഈ അടിയിലത്തെ അവസാനത്തെ 2 സെറ്റ് തിയറീസ് ഓഫ് ഫെയിലിയേഴ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ നമ്മളിനി നോക്കാൻ പോകുന്നത് ഓരോ ഫെയിലിയർ തിയറിക്കും അവിടെ ഒരു സേഫ് റീജിയൻ ഉണ്ട്. ഈ ഒരു സേഫ് റീജിയൻ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെയാണെന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്, ഒരു ഗ്രാഫാണ്. ആ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് ഏതൊക്കെ ഭാഗത്ത് നമ്മുടെ പോയിൻറ്റ്സ് വന്നാലാണ് സേഫ് ആയിരിക്കുക, അതല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് അത് അൺസേഫ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതേപോലെ ഡക്റ്റൈൽ മെറ്റീരിയൽസിൻ്റെ കേസിൽ നമ്മളെടുക്കുന്ന ഒരു കൺസിഡറേഷനാണ്, അതായത് ടെൻസൈൽ ലോഡിങ്ങിൻ്റെ സമയത്തുള്ള yield സ്ട്രെസ്സും കംപ്രസീവ് ലോഡിങ്ങിൻ്റെ സമയത്തുള്ള yield സ്ട്രെസ്സും സെയിം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ നമ്മൾ ടെൻഷൻ ടെസ്റ്റ് നടത്തുമ്പോഴാണെങ്കിലും അതിൻ്റെ കംപ്രഷൻ ടെസ്റ്റ് നടത്തുമ്പോഴാണെങ്കിലും നമുക്ക് yield സ്ട്രെസ്സിൻ്റെ വാല്യൂ സെയിം ആയിട്ടാണ് കിട്ടുക. ഇതൊരു കൺസിഡറേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യണത്. ഇത് ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ കേസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ബ്രിട്ടിൽ മെറ്റീരിയലിന് ടെൻസൈൽ ലോഡ് അത് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഫെയിലാവും. അതിൻ്റെ സ്ട്രെസ്സിൻ്റെ വാല്യൂ ടെൻസൈൽ ടെസ്റ്റ് നടത്തി നമ്മൾ കണ്ടുപിടിക്കുമ്പോഴും കംപ്രസീവ് ടെസ്റ്റ് നടത്തി കണ്ടുപിടിക്കുമ്പോഴും ഡിഫറെൻ്റ് ആണ്. ബ്രിട്ടിൽ മെറ്റീരിയൽസിന് കംപ്രസീവ് ലോഡ് എടുക്കാനാണ് കൂടുതൽ കപ്പാസിറ്റി. അപ്പോൾ കംപ്രഷൻ ടെസ്റ്റ് നടത്തുമ്പോൾ അവിടുത്തെ അൾട്ടിമേറ്റ് സ്ട്രെസ്സിൻ്റെ വാല്യൂ, ഫെയിലിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കുറേ കൂടി കൂടുതലായിരിക്കും. ടെൻസൈൽ ടെസ്റ്റ് നടത്തുമ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറഞ്ഞൊരു വാല്യൂവിൽ തന്നെ ബ്രിട്ടിൽ മെറ്റീരിയൽസ് ഫെയിൽ ആവുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഓക്കെ, ദെൻ നമ്മുടെ ആദ്യത്തെ തിയറിയുടെ ഒരു സേഫ് ആയിട്ടുള്ള റീജിയൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ സേഫ് റീജിയൻ. ഓക്കെ, ഒരു സ്ക്വയർ ഷേപ്പാണ് അവിടെ വരുന്നത്. ദെൻ ഇതൊരു ബയാക്സിയൽ കേസാണ് നമ്മളിവിടെ പറയുന്നുള്ളൂ. ഓക്കെ, 2 ആക്സിയൽ ഡയറക്ഷനിൽ മാത്രം എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഓരോ സ്ട്രെസ്സസ് ഉണ്ടായിരിക്കും. സിഗ്മ 1 സിഗ്മ 2 എന്ന് പറയുന്ന 2 സ്ട്രെസ്സസ് ഉണ്ട്. അതേപോലെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷനും നെഗറ്റീവ് എക്സ് ഡയറക്ഷനും. ഇപ്പോൾ സിഗ്മ 1 എന്ന് പറയുന്ന സ്ട്രെസ്സ് തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ അത് കംപ്രസീവ് ആയിരിക്കും, ഇപ്പുറത്ത് ടെൻസൈലായിരിക്കും. ഇതേപോലെ സിഗ്മ 2 എന്ന് പറയുന്ന സ്ട്രെസ്സ് പോസിറ്റീവ് ഡയറക്ഷനിൽ
അത് ടെൻസൈലാണ്. നെഗറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അത് കംപ്രസീവ് ആണ്. ദെൻ ഇവിടെ SYT എന്ന് കാണിച്ചിട്ടുള്ളത് നമ്മുടെ ടെൻസൈൽ സ്ട്രെസ്സാണ്. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് അല്ലെങ്കിൽ അതിനെ സ്ട്രെങ്ത്ത് എന്നുള്ള രീതിയിൽ, മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത്ത് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമുക്ക് അവിടെ ചിലപ്പോൾ മിക്കവാറും ബുക്കുകളിലൊക്കെ സിഗ്മയ്ക്ക് പകരം അവിടെ S എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, ടെൻസൈൽ സ്ട്രെങ്ത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ yield വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു yield സ്ട്രെങ്ത്ത്, ടെൻസൈൽ yield സ്ട്രെങ്ത്ത് ആണ് SYT. അതേപോലെ നെഗറ്റീവ് ഡയറക്ഷനിൽ പോകുമ്പോൾ അവിടെ കംപ്രസീവ് ആണ്, അതുകൊണ്ട് അത് കംപ്രസീവ് yield സ്ട്രെങ്ത്ത് എന്നുള്ള രീതിയിൽ SYC എന്ന് കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ SYT ഈസ് ഈക്വൽ ടു മൈനസ് SYC yield സ്ട്രെങ്ത് ഇൻ കംപ്രഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് yield സ്ട്രെങ്ത് ഇൻ ടെൻഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ബോക്സ് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു റീജിയനിലാണ് നമുക്ക് സേഫായിട്ട് നമ്മുടെ ഒരു സ്ട്രെസ്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിനകത്താണെങ്കിൽ നമ്മുടെ കമ്പോണൻസിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സ് ഇതിനകത്താണ് പോയിൻറ്റ്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പോണൻറ്റ് സേഫാണ്. ഈ ഒരു റീജിയൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഫെയിൽ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് yield സ്ട്രെസ്സിനേക്കാളും മേലെ വരുമ്പോഴാണ് ഈ ഒരു റീജിയൻ്റെ പുറത്തേക്ക് പോവുക, അപ്പോൾ കമ്പോണൻറ്റ് ഫെയിലായി. ഓക്കെ, ആ ഒരു കൺസെപ്റ്റാണ് ഇതിൽ പറയുന്നത്. ദെൻ അടുത്തത് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി അല്ലെങ്കിൽ സെയിൻറ്റ് വിനാൻസ് തിയറിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സേഫ് ബൗണ്ടറിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതും ബയാക്സിയൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിൻ്റെ കേസിലുള്ളതാണ്. അതേപോലെ ഇവിടെ ഒരു റോംബസ് ഷേപ്പാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ആ ഒരു ബൗണ്ടറിക്ക് അകത്ത് നമ്മുടെ കമ്പോണൻറ്റിലുള്ള സ്ട്രെസ് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ സേഫാണ്. അതിൻ്റെ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ഫെയിലായി എന്ന് വേണം കൺസിഡർ ചെയ്യാനായിട്ട്. ദെൻ അടുത്തൊരു കേസാണ് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി. ഓക്കെ, അപ്പോൾ ഷിയർ സ്ട്രെസ് തിയറിയുടെ കേസിൽ നമുക്കുള്ളത് ഒരു ഹെക്സഗണൽ ഷേപ്പാണ്. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു ഷിയർ സ്ട്രെസ് തിയറിയുടെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം σ1 മൈനസ് σ2 വിച്ച് ഈസ് ഈക്വൽ ടു yield സ്ട്രെസ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഫെയിലിയർ തിയറിയുടെ ഇക്വേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഈ രീതിയിലാണ് നമ്മുടെ ആ ഒരു കർവ് ഉണ്ടാവുക. ദെൻ സെക്കൻഡ് ക്വാഡ്രൻറ്റിലും ഫോർത്ത് ക്വാഡ്രൻറ്റിലും, ഫസ്റ്റ് ക്വാഡ്രൻറ്റും തേർഡ് ക്വാഡ്രൻറ്റും, ഫസ്റ്റും തേർഡും ക്വാഡ്രൻറ്റ്സ് സിമിലർ ആണ് പ്രൊഫൈല്. ദെൻ സെക്കൻഡ് ക്വാഡ്രൻറ്റിലും ഫോർത്ത് ക്വാഡ്രൻറ്റിലും വരുമ്പോഴത്തേക്കും അതൊരു ലൈനിൻ്റെ ഇക്വേഷൻ x മൈനസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് എ എന്നുള്ള രീതിയിലുള്ള ഒരു ഇക്വേഷൻ്റെ ഫോർമാറ്റാണ് അവിടെ വരുന്നത്. അത് ലൈനിൻ്റെ ഇക്വേഷന് സിമിലർ ആണ്. അതുപോലെ അവിടെ ഒരു എക്സ് ഇൻ്റർസെപ്റ്റും ഒരു വൈ ഇൻ്റർസെപ്റ്റും അവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു പ്രൊഫൈലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് ഫെയിലാവുന്നത് ഈ ഒരു റീജിയൻ്റെ പുറത്ത് പോകുമ്പോഴത്തേക്കും ഫെയിലാവും. ഇതിൻ്റെ അകത്ത് നമുക്ക് പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പോണൻറ്റ് സേഫാണ്. ഓക്കെ, ഡക്റ്റൈൽ മെറ്റീരിയൽസിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു തിയറിയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ദെൻ അടുത്തൊരു കേസാണ് മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി. ഓക്കെ, അപ്പോൾ സ്ട്രെയിൻ എനർജി തിയറിയുടെ കേസിൽ നമുക്ക് അവിടെ ആ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് പരാബോളയുടെ ഷേപ്പിലാണ് വരിക. ഓക്കെ, നമ്മൾ ആ ഒരു ഫെയിലിയർ തിയറിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് അവിടെ കിട്ടിയ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊരു പരാബോളയാണ് പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ആ ഒരു കർവാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇതിനോട് സിമിലർ ആയിട്ട് ദെൻ ഈ ഒരു പരാബോളയുടെ മേജർ ആക്സിസും മൈനർ ആക്സിസും ഈ പറയുന്ന രീതിയിലാണ് അതിൻ്റെ വാല്യൂസ് വരിക. yield stress ഡിവൈഡഡ് ബൈ yield stress or yield strength divided by root of 1 minus mu എന്നുള്ള രീതിയിൽ മേജർ ആക്സിസ്, അതേപോലെ സെമി മേജർ ആക്സിസിൻ്റെ വാല്യൂ കിട്ടും. അതുപോലെ സെമി മൈനർ ആക്സിസിൻ്റെ വാല്യൂ എന്നുള്ളത് yield stress divided by root of 1 plus mu. ഓക്കെ, ദെൻ അടുത്തതാണ് നമ്മുടെ ഡിസ്റ്റോർഷൻ എനർജി തിയറിയുടെ പ്രൊഫൈല്. അപ്പോൾ ഇതും ഒരു സിമിലർ തന്നെയാണ്. സ്ട്രെയിൻ എനർജിയുടെ കേസിലാണെങ്കിലും ഡിസ്റ്റോർഷൻ എനർജിയുടെ കേസിലാണെങ്കിലും
നമ്മളവിടെ ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻസ് ഏകദേശം സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും പ്രൊഫൈല് എലിപ്റ്റിക്കാണ്. ഈ ഒരു എലിപ്റ്റിക് ഷേപ്പും അതിൻ്റെ കൂടെ തന്നെ ഇവിടെ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിയുടെ ഹെക്സഗണൽ ഷേപ്പും ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് രണ്ടും കൂടി ഇവിടെ ഒരുമിച്ച് കാണിച്ചിട്ടുള്ളതാണ്. ഈ ഒരു എലിപ്റ്റിക്കൽ കർവാണ് നമ്മുടെ ഡിസ്റ്റോർഷൻ എനർജി തിയറിയുടെ കർവായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് കാണിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് തിയറീസാണ് നമ്മൾ ഡക്റ്റൈൽ മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുന്നത്. ഓക്കെ, ഡക്റ്റൈൽ മെറ്റീരിയൽസ് ഷിയർ സ്ട്രെസ് കാരണമാണ് ഫെയിൽ ആവുക. ഓക്കെ, ഷിയറിങ് കാരണമാണ് അതിൻ്റെ ഫെയിലിയർ കൂടുതലും സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂസ് ഇതിലെവിടെയൊക്കെയാണ്, ആ ഒരു റീജിയൻ കുറേ കൂടി കൃത്യമായിട്ട് നമുക്കിവിടെ ഡിഫൈൻ ചെയ്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, ദെൻ അവിടുത്തെ എലിപ്സിൻ്റെ മേജർ ആക്സിസും മൈനർ ആക്സിസും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് എങ്ങനെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഓരോ ഫെയിലിയർ തിയറിക്കും കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെയാണ് അവിടുത്തെ സേഫ് റീജിയൻ വരുന്നത്. ഓക്കെ, ദെൻ ഈ എല്ലാ തിയറീസിൻ്റെയും സേഫ് റീജിയൻസ് നമ്മളൊരു കമ്പാരിസൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ തിയറീസിൻ്റെയും പേരുകൾ കാണിച്ചിട്ട് അതാത് കർവുകൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. റാങ്കൈൻ തിയറിയുടെ നമ്മുടെ സ്ക്വയർ ആ ഒരു ഷേപ്പാണ് വരുന്നത്. അതേപോലെ സെയിൻറ്റ് വിനാൻ തിയറിയുടെ റോംബസ് ഷേപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ ഹെയ്സ് തിയറി അതല്ലെങ്കിൽ നമ്മുടെ മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി അതൊരു എലിപ്സാണ്. അത് ഈ ഒരു ഡാർക്കൺ ചെയ്തിട്ടുള്ള ആ ഒരു കർവോട് കൂടിയിട്ടുള്ള എലിപ്സാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിയുടെ ഒരു ഹെക്സഗണൽ ഷേപ്പ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഈ ഒരു സൈഡ് ഡോട്ടഡ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ദെൻ ഈ ഒരു സൈഡ് വരുമ്പോൾ അത് റാങ്കൈൻസ് തിയറിയുടെ റെക്റ്റാങ്കിളുമായിട്ട് സ്ക്വയർ സെക്ഷനുമായിട്ട് കോയിൻസൈഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ഡോട്ടഡ് ആയിട്ടൊരു ലൈനാണ് കാണാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി അതല്ലെങ്കിൽ ട്രസ്ക തിയറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ ഏറ്റവും അവസാനത്തെയാണ് വോൺ മീസസ് തിയറി അതല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ എനർജി തിയറി. അതിൻ്റെ കർവ് ഇവിടെ മൊത്തം ഡോട്ടഡ് ആയിട്ടുള്ള ഒരു വലിയൊരു എലിപ്സും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ കുറച്ച് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. കാസ്റ്റ് അയൺ, കോപ്പർ, സ്റ്റീല്, അലുമിനിയം. അപ്പോൾ ഈ ഓരോ മെറ്റീരിയൽസും ഫെയിൽ ചെയ്യുന്ന കുറച്ച് പോയിൻറ്റ്സ് നമ്മളത് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ റിസൾട്ട്സ് ആണ്. അത് ഇതിൽ പ്ലോട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏതൊക്കെ മെറ്റീരിയൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ കാസ്റ്റ് അയൺ നോക്കിക്കഴിഞ്ഞാൽ കാസ്റ്റ് അയണിൻ്റെ ലൈൻസ് നമുക്കിവിടെ മുകളിൽ കുറച്ച് ഡോട്ട്സ് കാണാം. അതേപോലെ താഴെ ഈ ഒരു ഭാഗത്തായിട്ടും കാണുന്നുണ്ട്. അതിന് എന്ത് മനസ്സിലാക്കണം, റാങ്കൈൻസ് തിയറിയുടെ ഒരു പ്രൊഫൈലിനോട് ചേർന്നിട്ടാണ് ഈ വാല്യൂസ് എല്ലാം വരുന്നത്. അതേപോലെ കംപ്രസീവ് റീജിയനിലാണ് ബ്രിട്ടിൽ മെറ്റീരിയൽസിന് സ്ട്രെങ്ത് കൂടുക. ടെൻസൈൽ റീജിയനിൽ അവിടെ വാല്യൂസ് കുറവാണ്. അത് കുറെ കൂടിയും ഈ ഒരു സേഫ് റീജിയൻ്റെ അകത്ത് തന്നെയാണ്, റാങ്കൈൻസ് തിയറിയുടെ ബോക്സിൻ്റെ അകത്ത് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ കംപ്രസീവ് റീജിയനിലേക്ക് വരുമ്പോൾ അത് കുറേ കൂടി ആ ഒരു ലൈനിൻ്റെ അകത്തും പുറത്തൊക്കെ ആയിട്ട് ഏറെക്കുറെ ആ ഒരു ലൈനിൽ തന്നെയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിയറി കൺസിഡർ ചെയ്താൽ മാത്രമാണ് ഈ ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ പോലെയുള്ള മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഫെയിലിയർ നമുക്ക് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാ തിയറീസിൻ്റെയും പ്രൊഫൈലിൽ നിന്നും പുറത്താണ് ഈ പോയിൻറ്റ്സ് ഇവിടെ കിടക്കുക. ടെൻസൈൽ ഭാഗത്ത് ഇത് കുറേ കൂടി മറ്റ് തിയറീസിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു കംപ്രസീവ് പോർഷനിൽ വരുമ്പോൾ അതാകെ കൂടി റാങ്കൈൻ തിയറിയിൽ മാത്രമാണ് ബ്രിട്ടിൽ മെറ്റീരിയലായിട്ടുള്ള കാസ്റ്റ് അയണിൻ്റെ പോയിൻറ്റ്സ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ കാസ്റ്റ് അയൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് റാങ്കൈൻസ് തിയറിയാണ്. ഓക്കെ, ദെൻ ബാക്കിയുള്ള മെറ്റീരിയൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിയും ഡിസ്റ്റോർഷൻ എനർജി തിയറിയുമാണ് ഡക്റ്റൈൽ മെറ്റീരിയൽസ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ
ഏറെക്കുറെ പോയിൻറ്റ്സുകളൊക്കെ എടുക്കുന്നത് ഈ ഒരു ഡിസ്റ്റോഷൻ എനർജി തിയറിയുടെ എലിപ്സിനോട് ചേർന്നിട്ടാണ്. ഓക്കെ, ഡിസ്റ്റോഷൻ എനർജി തിയറിയുടെ ഈ ഒരു ഡോട്ടഡ് ആയിട്ടുള്ള എലിപ്സിൻ്റെ ആ ഒരു ലൈനിൻ്റെ തൊട്ട് ഉള്ളിലായിട്ടും കുറച്ച് പുറത്തേക്കൊക്കെ ആയിട്ട് നമുക്ക് പോയിൻറ്റ്സ് എടുക്കുന്നത് കാണാം. അപ്പോൾ കുറേ കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് ഡിസ്റ്റോഷൻ എനർജി തിയറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഇനി ഷിയർ സ്ട്രെസ് തിയറി, മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി അല്ലെങ്കിൽ ട്രെസ്ക തിയറി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് പോയിൻറ്റ്സ്, ഈ ഒരു ഭാഗത്തൊക്കെ പോയിൻറ്റ്സ് കുറച്ചൊക്കെ ഈ ട്രെസ്ക തിയറി വെച്ചിട്ടുള്ള ലൈൻ ഈ ഒരു ഡോട്ടഡ് ലൈനാണ്, അതിൻ്റെ പുറത്താണ്. അപ്പോൾ ആ ഒരു തിയറി വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ കമ്പോണൻസ് ഫെയിൽ ചെയ്യുമെന്ന് പറയേണ്ടി വരും. ഇവിടെ വരുമ്പോഴും ട്രെസ്ക തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം പോയിൻറ്റ്സും നമ്മുടെ ഈ ഒരു കർവ്, ഇതാണ് ട്രെസ്ക തിയറിയുടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള കർവ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പുറത്തായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് പോയിൻറ്റ്സൊക്കെ ആ ഒരു ലൈനിന് ചേർന്നിട്ട് വരുന്നുണ്ട്, കുറേയൊക്കെ അതിൻ്റെ പുറത്താണ്. അതേസമയം നമ്മുടെ വോൺ മീസസ് തിയറിയുടെ അല്ലെങ്കിൽ ഡിസ്റ്റോഷൻ എനർജി തിയറിയുടെ ആ ഒരു റീജിയൻ്റെ ഉള്ളിലുമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെടുക്കുന്ന ഒരു കൺക്ലൂഷൻ എന്നുള്ളത് ബ്രിട്ടിൽ മെറ്റീരിയൽസ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് റാങ്കൈൻസ് തിയറിയാണ്. അതേപോലെ ഡക്റ്റൈൽ മെറ്റീരിയൽസിൻ്റെ കേസിൽ ഡിസ്റ്റോഷൻ എനർജി തിയറിയാണ് ആക്യുറേറ്റ് റിസൾട്ട്സ് തരിക. ഓക്കെ, പക്ഷേ അവിടെ കാൽക്കുലേഷൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഡിസ്റ്റോഷൻ എനർജിയായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വാല്യൂസും കാര്യങ്ങളൊക്കെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻസൊക്കെ നമ്മൾ അവിടെ കണ്ടു. അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട വാല്യൂസ് നമുക്ക് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത് കാൽക്കുലേഷനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേസമയം ഡക്റ്റൈൽ മെറ്റീരിയൽസ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അടുത്തൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇക്വേഷനാണ് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിയുടെ ഇക്വേഷൻ. അത് ഇക്വേഷൻ വളരെ സിമ്പിളാണ്, കാൽക്കുലേഷനൊക്കെ വളരെ സിമ്പിളായിരിക്കും. നമുക്ക് 2 പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഉണ്ടെങ്കിൽ നമുക്ക് σ1 - σ2 എന്നുള്ള രീതിയിൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാം. പക്ഷേ അവിടെ നമുക്ക് അത്ര സേഫ് അല്ല. ഓക്കെ, അപ്പോൾ അവിടെ സേഫ് ആക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി മെറ്റീരിയൽ ആഡ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ നല്ലൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി അപ്ലൈ ചെയ്താലാണ് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിയുടെ കേസിൽ നമുക്ക് കുറേ കൂടി നമ്മുടെ കമ്പോണൻറ്റിനെ സേഫ് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി ഗിവ്സ് ഓവർ സേഫ് ഡിസൈൻ. ഓക്കെ, അതായത് സേഫ് ആൻഡ് അൺഎക്കണോമിക്കൽ ഡിസൈൻ. സേഫ് ആവാം, അതേസമയം അത് അൺഎക്കണോമിക്കലായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ മെറ്റീരിയൽ അവിടെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ കോസ്റ്റ് കൂടും, പക്ഷേ നമുക്ക് സേഫ്റ്റി അവിടെ ഉറപ്പ് വരുത്താനും പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ദെൻ ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്, ആ ഒരു ഡെറിവേഷൻസ് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അതേപോലെ 2 തിയറിയുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് നോട്ട് ചെയ്യുക. ദെൻ ഈ പ്രൊഫൈൽസ് എങ്ങനെയാണ് വരുന്നത്, അതേപോലെ ഏറ്റവും അവസാനം നമ്മൾ കണ്ട കൺക്ലൂഷൻസ്, ഇത്രയും കാര്യങ്ങൾ നോട്ടിൽ എഴുതി അസൈൻമെൻറ്റായിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.